BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. പാരീസ് ഒളിമ്പിക്സിൽ രാജ്യത്തിനായി മികച്ച നേട്ടങ്ങൾ കൈവരിച്ച ബഹ്റൈൻ അത്ലറ്റുകളെ ബഹ്റൈൻ രാജാവ് അഭിനന്ദിച്ചു. കായിക വികസനത്തിനും അന്താരാഷ്ട്ര തലത്തിൽ മികച്ച ഫലങ്ങൾ നേടുന്നതിനും സഹായകമായ പരിപാടികളും സംരംഭങ്ങളും നടത്തേണ്ടതിന്റെ പ്രാധാന്യവും ഹമദ് രാജാവ് വ്യക്തമാക്കി. രാജാവിനൊപ്പം ബഹ്റൈൻ കിരീടാവകാശിയും എത്തിയിരുന്നു. സമഗ്ര വികസന പ്രക്രിയയും ദേശീയ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളും ഗസ മുനമ്പിലെ മാനുഷിക സാഹചര്യവും ഉൾപ്പെടെ പ്രാദേശിക അന്തർദേശീയവുമായ സംഭവ വികാസങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. പൗരത്വ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബഹ്റൈനിൽ പാസ്പോർട്ട് ഡെലിവറി സേവനം ആരംഭിക്കുന്നതായി ദേശീയ പാസ്പോർട്ട് റെസിഡൻസ് അഫയേഴ്സ് ആഭ്യന്തര മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിജാമിൻ അബ്ദുറഹ്മാൻ അൽ ഖലീഫ പ്രഖ്യാപിച്ചു. ഗവൺമെന്റ് പോർട്ടലായ bahrain.bh NPRA ആപ്പ് വഴി ഇപ്പോൾ ലഭ്യമായ ഈ സേവനം ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റി, ടാം ലോജിസ്റ്റിക് ആൻഡ് ട്രേഡിംഗ് കമ്പനി എന്നിവയുമായി സഹകരിച്ചാണ് നടപ്പാക്കുന്നത്. പാസ്പോർട്ടിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നത് മുതൽ മറ്റ് പരിശോധനകളും പാസ്പോർട്ടുകൾക്ക് വേണ്ടുന്ന എല്ലാ നടപടിക്രമങ്ങളും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന സംവിധാനത്തിലേക്കാണ് മാറ്റുന്നത്. ഡിജിറ്റൽ മാറ്റങ്ങളുടെ സംരംഭത്തിന്റെ ഭാഗമായി ക്യാബിനറ്റ് അംഗീകരിച്ച നിലവിലുള്ള വികസന ശ്രമങ്ങളുടെ ഭാഗമാണ് NPRAയുടെ ഈ നൂതന സേവനം. ബഹ്റൈൻ പൗരന്മാർക്ക് സേവന കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ തന്നെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനും പുതുക്കാനും പുതിയ സേവനം അനുവദിക്കുന്നുവെന്ന് ഷെയ്ഖ് ഹിഷാം അറിയിച്ചു. ലളിതവും ഉപയോക്തൃ സൗഹൃദവുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ സംവിധാനം. ബഹ്റൈൻ കേരളീയ സമാജം കഥാകുലപതി പുരസ്കാരം കഥാകൃത്ത് T. പത്മനാഭന് സമ്മാനിക്കുന്നു. മലയാള ചെറുകഥാ സാഹിത്യത്തിൽ കഴിഞ്ഞ 75 വർഷമായി സമാനതകളില്ലാതെ ഉയർന്നു നിൽക്കുന്ന T. പത്മനാഭൻ ഇപ്പോഴും രചനാരംഗത്ത് സജീവമാണ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം 2024 സെപ്റ്റംബർ 20 സമാജം ആസ്ഥാനത്ത് വെച്ച് ബംഗാൾ ഗവർണർ ശ്രീ V. ആനന്ദബോസ് സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ KS രവികുമാർ, PV രാധാകൃഷ്ണപിള്ള, വർഗീസ് ജോർജ്, ഹരികൃഷ്ണൻ B. നായർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ജൂൺ 12 മനാമ സൂക്കിലുണ്ടായ അഗ്നിബാധയെ തുടർന്ന് ദുരിതത്തിലായ ഇന്ത്യക്കാരെ സഹായിക്കാൻ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. അഗ്നിബാധയെ തുടർന്ന് കടകൾ നഷ്ടമാവുകയും ജോലിയെ ബാധിക്കുകയും ചെയ്ത ഇന്ത്യക്കാരെ സഹായിക്കാനായി 60ഓളം സംഘടനാ പ്രതിനിധികളെയും സാമൂഹിക പ്രവർത്തകരെയും അണിനിരത്തിയാണ് സംഘടന രൂപീകരിച്ചത്. ഷബീർ മാഹി തുടങ്ങിവെച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പ്രവർത്തനം ആരംഭിച്ച സമിതി മനാമ KCT ആസ്ഥാനമായാണ് പ്രവർത്തിക്കുക. സഹായക കമ്മിറ്റി ജൂലൈ 9 KCTയിൽ യോഗം ചേർന്ന വിവിധ സംഘടനകൾ നൽകിയ സഹായങ്ങളുടെ ആദ്യ ഗഡു അഗ്നിബാധിതർക്കായി വിതരണം ചെയ്തിരുന്നു. ഓഗസ്റ്റ് 10 KCTയിൽ ചേർന്ന യോഗത്തിൽ ബാക്കിയുള്ള മുഴുവൻ തുകയും വിതരണം ചെയ്തു. ബഹ്റൈൻ മീഡിയ സിറ്റി, ICRF, ബഹ്റൈൻ കേരളീയ സമാജം, KMCC, OACC, ബഹ്റൈൻ പ്രതിഭ, ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ, സമസ്ത ബഹ്റൈൻ, ബഹ്റൈൻ നവകേരള, ICF ബഹ്റൈൻ, പ്രവാസി വെൽഫെയർ, മുഹറക് മലയാളി സമാജം, ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് തുടങ്ങി നിരവധി സംഘടനകളാണ് കൈത്താങ്ങായത്. സഹായക കമ്മിറ്റി കൺവീനർ ഹാരിസ് പഴയങ്ങാടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ഫൈസൽ വില്യാപ്പള്ളി സ്വാഗതവും ബദ്രുദ്ദീൻ പൂവാർ നന്ദിയും പറഞ്ഞു. KT സലീം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സുബൈർ കണ്ണൂർ കൂട്ടായ പ്രവർത്തനത്തിൽ പങ്കാളികളായ സംഘടനകളെ അനുമോദിച്ചു. നൊബിൻ അൻസാരി കണക്കുകൾ അവതരിപ്പിച്ചു. സുധീർ തിരുനിലത്ത്, മജീദ് അണൽ, അഷ്കർ പുഴിത്തല, ബിനു കുന്നന്താനം, OK കാസിം, ബിനു മണ്ണിൽ, ഷാജി മുതല, റഷീദ് മാഹി, അൻവർ കണ്ണൂർ, KK അഷ്റഫ്, ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു. ആവശ്യമുള്ളവർക്കായി മാർഗനിർദ്ദേശങ്ങൾ നൽകാനായി സഹായ കമ്മിറ്റിയുടെ ആക്ഷൻ ടീം ഇനി വരുന്ന 3 മാസങ്ങളിൽ തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റൈനിൽ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് വേനൽക്കാലത്ത് തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുന്നതിനായി നടത്തിവരുന്ന ബീറ്റ് ദ ഹീറ്റ് പദ്ധതിയുടെ ഭാഗമായി മനാമ, സൽമാനിയ പ്രദേശങ്ങളിലെ താഴ്ന്ന വരുമാനക്കാരായ 100 പേർക്ക് വാട്ടർ ബോട്ടിലുകൾ, ജ്യൂസുകൾ, തൊപ്പികൾ, മധുര പലഹാരങ്ങൾ, ബഹ്റൈൻ ബസ്ഗോ കാർഡുകൾ എന്നിവ വിതരണം ചെയ്തു. കൂടാതെ ഗുദൈബിയ ഏരിയയിൽ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ 4 മാസമായി ശമ്പളം ലഭിക്കാത്ത ഒരാൾക്ക് ഉണങ്ങിയ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികളായ ഫസൽ റഹ്മാൻ, രമണൻ, സയ്യിദ് ഹനീഫ്, ഗുദൈബിയ കൂട്ടം ഗ്രൂപ്പ്, റിയാസ് എന്നിവർ വിതരണത്തിൽ പങ്കെടുത്തു. ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറത്തിന്റെ കീഴിലുള്ള വേനൽക്കാലത്ത് തൊഴിലാളികൾക്ക് തണലേകുന്ന പദ്ധതിയായ BMBF ഹെൽപ്പ് ആൻഡ് ഡ്രിങ്ക് ജീവകാരുണ്യ പദ്ധതിയുടെ 10ാം വാർഷികം ബഹ്റൈനിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന തുബ്ലിയിലെ
സി ബാർക്കോയിൽ സംഘടിപ്പിക്കും. പരിപാടി ക്യാപിറ്റൽ ഗവൺമെന്റ് ഫോളോ അപ്പ് ഡയറക്ടറും സാമൂഹിക രംഗത്തെ പ്രമുഖനുമായ യൂസഫ് യാക്കൂബ് ലോറി ഉദ്ഘാടനം ചെയ്യുമെന്നും ഒപ്പം വിവിധ രാജ്യങ്ങളിലെ സംഘടനാ ഭാരവാഹികളും പദ്ധതിയിൽ സഹകരിക്കുന്ന സ്ഥാപനോടമകളും മലയാളി ബിസിനസ് ഫോറം ഭാരവാഹികളും മാധ്യമപ്രവർത്തകരും വോളണ്ടിയർ ടീമും പങ്കെടുക്കുമെന്നും ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറം ഭാരവാഹി ബഷീർ അമ്പലായി അറിയിച്ചു. ഇതോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി തൊഴിലാളികൾക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പും ഒരുക്കിയിട്ടുള്ളതായും ഉദ്ഘാടന വേളയിൽ തൊഴിലാളികൾക്കൊപ്പം ഒരുമിക്കണം ബഷീർ അമ്പലായി ആഹ്വാനം ചെയ്തു. കടുത്ത ചൂടിലും ബഹ്റൈനിലെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ആശ്വാസവുമായി പ്രവാസി വെൽഫെയറിന്റെ സേവന വിഭാഗമായ വെൽകെയർ സൽമാനിയ, നയീം, സീഫ് ഡിസ്ട്രിക്ട് എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുകയായിരുന്ന 200-ലധികം വരുന്ന തൊഴിലാളികൾക്ക് പഴവർഗ്ഗങ്ങളും ജ്യൂസും വെള്ളവും അടങ്ങിയ പ്രവാസി ആശ്വാസ് കിറ്റുകൾ വെൽകെയർ നൽകി. വെൽകെയർ കോർഡിനേറ്റർമാരായ ബഷീർ വൈക്കിലശ്ശേരി, ഫസൽ റഹ്മാൻ, മൊയ്തു തിരുവള്ളൂർ, ജോഷി ജോസഫ്, ഇർഷാദ് കോട്ടയം എന്നിവർ നേതൃത്വം നൽകി. UAE-യിലെ മുൻ റേഡിയോ അവതാരക RJ ലാവണ്യ അന്തരിച്ചു. 41 വയസ്സായിരുന്നു. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ദുബായിലെ റേഡിയോ കേരളം 1476 AM-ൽ സീനിയർ റേഡിയോ ജോക്കിയായിരുന്നു ലാവണ്യ. 15 വർഷത്തിലധികം മാധ്യമരംഗത്ത് ലാവണ്യ പ്രവർത്തിച്ചു. ക്ലബ് FM, റെഡ് FM, UFM, റേഡിയോ രസം തുടങ്ങിയ റേഡിയോകളിൽ RJ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലൂടെ പ്രവാസി മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയായി മാറുകയായിരുന്നു ലാവണ്യ. ഇന്ന് തിരുവനന്തപുരം തമലം മരിയൻ അപ്പാർട്ട്മെന്റിലെ പൊതുദർശനത്തിനു ശേഷം ശാന്തി കവാടത്തിലാണ് സംസ്കാരം നടക്കുക. ഷിരൂരിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ മത്സ്യത്തൊഴിലാളി ഈശ്വർ മൽപെ ഗംഗാവലി പുഴയിൽ ഇറങ്ങി നടത്തിയ പരിശോധനയിൽ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ലോഹഭാഗം കണ്ടെത്തി. ലോറിയിൽ ഉപയോഗിക്കുന്ന ജാക്കിയാണ് കണ്ടെത്തിയതെന്നും ഇത് അർജുൻ ഉപയോഗിച്ചിരുന്ന ലോറിയുടെ തന്നെയാണെന്നും ലോറി ഉടമ മനാഫ് പറഞ്ഞു. പുതിയ ജാക്കിയാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. ഈശ്വർ മൽപെ മുങ്ങിയെടുത്തതും പുതിയ ജാക്കിയാണ്. അതിനാൽ തന്നെ ഇത് അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന ജാക്കി തന്നെയാണെന്നും മനാഫ് പറഞ്ഞു. ഹൈഡ്രോളിക് ജാക്കിയാണ് പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്തിയത്. ഹൈഡ്രോളിക് ജാക്കിക്കൊപ്പം അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ 2 ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനോടകം 3 വസ്തുക്കളാണ് കണ്ടെത്തിയത്. വൈകിട്ട് 4:15 ഈശ്വർ മൽപെ പുഴയിലിറങ്ങിയുള്ള തിരച്ചിൽ ആരംഭിച്ചത്. തിരുനെൽവേലി പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസിൽ ഓഗസ്റ്റ് 14 മുതൽ തിരുനെൽവേലിയിൽ നിന്ന് 15 മുതൽ പാലക്കാട് നിന്ന് സ്ഥിരമായി 4 കോച്ചുകൾ അധികം ഘടിപ്പിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. 1 സ്ലീപ്പർ കോച്ചും 3 സാധാരണ കോച്ചുമാണ് അധികമായി ചേർക്കുന്നത്. ഇതോടെ ഈ ട്രെയിനിൽ 18 കോച്ചുകൾ ഉണ്ടാകും. ട്രെയിൻ ഓഗസ്റ്റ് 15 മുതൽ തൂത്തുക്കുടി വരെ നീട്ടാൻ സാധ്യതയുള്ളതായും അറിയുന്നു. പുനലൂർ ചെങ്കോട്ട മേഖലയിൽ 18 കോച്ചുകളുള്ള ട്രെയിൻ ഓടിക്കാൻ റെയിൽവേ സുരക്ഷാ കമ്മീഷണർ അനുമതി നൽകിയതു മുതൽ യാത്രക്കാർ ഈ ആവശ്യം ഉന്നയിച്ചു വരികയായിരുന്നു. ഗുരുവായൂർ മധുര എക്സ്പ്രസിലും 4 കോച്ച് കൂടി കൂട്ടി 18 കോച്ച് ആക്കണമെന്നും ആവശ്യമുണ്ട്. ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും കനത്ത മഴ. 2 മണിക്കൂറുകളോളമായി ഇവിടെ മഴ തുടരുകയാണ്. മുണ്ടക്കൈ പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ പശുക്കൾ പുഴയിൽ കുടുങ്ങി. ആദ്യം ഒഴുക്കിൽപ്പെട്ട കശുക്കിടാവ് നീന്തിക്കയറിയിരുന്നു. മറ്റൊരു പശുവിനെ അതിസാഹസികമായ അഗ്നിശമന സേനയും സിവിൽ ഡിഫൻസ് പോലീസ് ഉദ്യോഗസ്ഥരും രക്ഷപ്പെടുത്തി. 15 മിനിറ്റ് പശു പുഴയിൽ കുടുങ്ങിപ്പോയി. പശുവിന് പരിക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് ബെയിലി പാലം അടച്ചു. ബെയിലി പാലത്തിന് സമീപം ആദ്യം നിർമ്മിച്ച നടപ്പാലം പൂർണ്ണമായും തകർന്നു. തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രായലസീമ മുതൽ കോമറിൻ മേഖല വരെ 900 മീറ്റർ ഉയരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആഗസ്റ്റ് 13 മുതൽ 15 വരെ അതിശക്തമായ മഴയ്ക്കും ആഗസ്റ്റ് 13 മുതൽ 17 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.